അസ്സലാമു അലൈക്കും. സാബിറ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. ഇന്ന് പറയാൻ വേണ്ടി വന്നത് പിന്നെ ഞാളെപ്പോലത്തെ വീഡിയോസുകാർ അല്ലേ? ഞാൻ എന്നെപ്പോലെ പെണ്ണുങ്ങൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ പെണ്ണേ ഇനി ഉസ്താദിനെ കുറ്റം പറയാൻ വന്നതാ, ഇനി മറ്റവരെ കുറ്റം പറയാൻ വന്നതാ. അതിൻ്റെ മുന്നേ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതെൻ്റെ പുതിയ ചാനലാണ്, സാബിറ വ്ലോഗാണ്. ഇത് കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വീഡിയോസിൻ്റെ താഴെ എന്നെ കാണുന്ന അല്ലെ വേറെ ആരെയും കാണുന്ന താഴെ ഒരു കറുത്ത നിറത്തിൽ എഴുത്ത് കാണും. അതങ്ങ് തൊട്ടാൽ സബ്സ്ക്രൈബായി കേട്ടോ. പിന്നെ മണിവെല്ലം അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മക്കളോടൊക്കെ അങ്ങ് പറഞ്ഞിട്ടായി മണിവെല്ലനുണ്ട്. എന്നാൽ പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അങ്ങ് വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിച്ചിട്ട് കാണണം, ഷെയർ ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. അത് നിങ്ങൾക്ക് കാണാം. ഞാൻ അല്ലെങ്കിൽ ചാനലിൻ്റെ അകത്ത് കാണിച്ചു തരാം. അപ്പം പിന്നെ മനസ്സിലായാലും നിങ്ങൾ ഷെയർ ചെയ്യുന്നെല്ലാം കുഞ്ഞു മക്കളിടുമ്പോൾ മക്കളെ സാബിത്ത പറഞ്ഞിട്ടെല്ലാം ഷെയർ ചെയ്യണമെന്ന്. ഷെയർ ചെയ്യണം എന്നല്ല, ഞാൻ ശരിക്കുള്ള പേരെന്നതിനോട് ഷെയർ ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടല്ലോ. എല്ലാ ഉമ്മാൻ്റെ ഗ്രൂപ്പ്, ഉപ്പാ ഗ്രൂപ്പ്, നാട്ടു ഗ്രൂപ്പ്, എല്ലാ ഗ്രൂപ്പിലും സാബിത്താൻ്റെ ഈ വീഡിയോസിൻ്റെ ലിങ്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഡാൻസ് നിങ്ങൾ എല്ലാവരും വൈറലാക്കിയിട്ടില്ല, എല്ലാവരും നിങ്ങൾ ഇട്ട് കൊടുത്തേക്ക്. അപ്പം തുള്ളിക്കളി മാത്രം ഒരാളെ ഇത് മാത്രം ഇട്ടോട്ടാ പോരാലോ. നല്ലതും ചെയ്യണ്ട. നിങ്ങൾ ചെയ്യുന്ന എനക്കറിയാം. നിങ്ങൾ മുത്തുമണികളാ, നിങ്ങൾ നല്ലതും ചെയ്യും, ബടക്കും ചെയ്യും. ബടക്കല്ല, ചിരിക്കാൻ വേണ്ടി ചെയ്യുന്ന നിങ്ങൾ. ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ട് അഭിത്ത ചിരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് പറയാൻ വേണ്ടി വന്നത്, ഞാനെല്ലാം വീഡിയോസ് ഇട്ടാ ഇനി കുറ്റം പറയുന്നിട്ടതാ, ഇനി കുറ്റം പറഞ്ഞിട്ട് പൈസ വാങ്ങുന്നതാ. ഞാൻ ഒരാളെയും കുറ്റം പറയലില്ല. ഞാൻ കാര്യം വന്ന് പറയുന്നതാണ്. കുറ്റം പറയൽ എന്താണ്? കുറ്റം പറയൽ എന്തെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കുറ്റം പറയൽ. പല ആളെ വീഡിയോസ് എടുത്ത് കൊണ്ടുവന്നിട്ട് അവരെ അങ്ങേ അറ്റം വേദനിപ്പിക്കുന്ന രീതിയിൽ വീഡിയോസ് ഇടലാണ് കുറ്റം പറയൽ കേട്ടോ. നിങ്ങൾ കേൾക്കുന്നത് ഇതിന്റെ താഴെ നിങ്ങൾ നല്ല കമന്റ് ഇട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണേ മക്കളെ. ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു, നോമ്പൊക്കെ ആയി, ബറാത്തൊക്കെ ആയി, ഇനി എന്താ പരിപാടി? ചില ആളുകളൊക്കെ അമ്പലത്തിൽ കൂടെ ഒക്കെ കയറി ഇനിയിപ്പോ പ്രത്യേക ഒരു ഭക്തി, പ്രത്യേക ഒരു മതസ്നേഹം ഒക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. സംഭവം അതിന് നേരെ ഉൾട്ടായിട്ട് വേറൊന്ന് വന്നിക്കണം. ഒന്ന് കണ്ടോക്കാണി. എല്ലാവർക്കും സ്നേഹസലാം. അപ്പൊ ഇന്ന് ബറാത്താണ്. അപ്പൊ രാവിലെ തന്നെ എണീറ്റു, കുളിച്ചു, നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ കിച്ചണിലേക്ക് കയറി. കാരണം നോമ്പുള്ളത് കൊണ്ട് തന്നെ നോമ്പിനുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ടാക്കാനായിരുന്നു. ബറാത്ത് നോമ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷത്തെ പാപങ്ങൾ പുറത്തപ്പെടുന്ന ഒരു നോൽബാണ്. അതുകൂടാണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് മനസ്സിലായിക്കത്. അതെന്ന് പറഞ്ഞാൽ നമ്മളെ ജാസിയാണ്. ബിഗ് ബോസിലെല്ലാം പോയ ജാസി ഇല്ലേ, ആണ് പെണ്ണായ ജാസി. നിങ്ങൾക്ക് തിരിയാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടാ. ഇവനാ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഷെരീഫ്. സാജിനെ കൊണ്ട് കുറ്റം പറഞ്ഞു നിങ്ങൾക്കറിയാലോ. പക്ഷെ അതിൻ്റെ തായൊന്നും ഇനി എന്താ കുറ്റം പറയുന്നത് കണ്ടിട്ടില്ല. അതിൻ്റെ താഴെ നന്നായിക്ക് സാജിതനെ പറഞ്ഞ്, നന്നായിക്ക് അങ്ങനെ പറഞ്ഞ്, നന്നായിക്ക് ഇങ്ങനെ പറഞ്ഞു എന്നാൽ അതിൻ്റെ അകത്ത് കമൻറ്റ് കാണല്. എല്ലാവരും ഈ കുറ്റം വന്ന് പറഞ്ഞ ഒരാളും കേട്ടിട്ടില്ല. പക്ഷെ ഞാനെല്ലാം വീഡിയോ ചെയ്താലോ, ഞാൻ ഒരാളെ കൊണ്ടും കുറ്റം പറഞ്ഞിട്ടില്ല. ഇതിപ്പം ജാസീൻ്റെ കുറ്റം പറയാനാണ് ഈ വന്നത്. എന്തോ ആട്ടെ, അള്ളാഹു താല അവരെ ജാസീന്റെ മനസ്സെന്താണെന്ന് അള്ളാഹ്ക്കെല്ലാം അറിഞ്ഞുവിടൂ. നരകവും സ്വർഗവും കൊടുക്കുന്നത് ഷെരീഫാണോ അല്ലേ നമ്മളാണോ കൊടുക്കുന്നത്? തെറ്റെവിടെയുണ്ട്, ശരി എവിടെയുണ്ട്? അത് അള്ളാഹു അല്ലേ തീർമാനിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് കുറ്റം പറയാൻ പറഞ്ഞു. അപ്പോൾ അത് നല്ല സൂപ്പറാണ്, ആന നല്ല കമൻറ്റുകളാ. എന്താ നല്ല നല്ല കമൻറ്റ്. നമ്മൾ വീഡിയോസ് ചെയ്താൽ കുറ്റം അല്ലേ? ഒരു വീഡിയോസിലും എൻ്റെ ഒരു കുറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലെ റിലേറ്റ് വീഡിയോസ് ചെയ്യലില്ല. കാര്യം ഇതന്നെ ഇപ്പം ഞാൻ കുറ്റം പറയാൻ വന്നതല്ലോ അല്ലേ? അപ്പൊ ഇത് ഷെരീഫിനെ പറയാൻ വേണ്ടി വന്നതല്ല. ഓന്റെ താഴെ കമന്റ് ഇടുന്നത് എന്താ മക്കള്, നന്നായി ഷെരീഫ് എങ്ങനെ പറഞ്ഞേ, നന്നായി. ഇത് ജാസീനെ പറ്റി കുറ്റം പറഞ്ഞതല്ലേ? ജാസീനെ പറ്റി എത്ര കാലം കുറ്റം പറയുന്നു അല്ലേ? ഞാൻ കുറ്റം പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. ഞാൻ ഇത് കുറ്റം പറയാൻ വന്നതല്ല. പക്ഷെ നിങ്ങൾ കമന്റ് ഇടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെല്ലാം നല്ല കമന്റ് ഇട്ട് കൊടുക്കുക അല്ലേ? അത് കുറ്റമല്ല. സാജിത മക്കള് ഭർത്താവില്ലാണ്ട് 5 മക്കളെ പോറ്റുന്ന ആളാ അല്ലേ? എന്നിട്ട് പറഞ്ഞു ആ റബ്ബേ പാവം, അതിൻ്റെ മനസ്സെത്ര വേദനിച്ചിട്ടുണ്ടാവും. എനക്ക് തന്നെ അറിഞ്ഞൂടെ. എൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഉസ്താദ്മാരെല്ലാം ചെയ്തിട്ട് എനക്കത്ര വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബാപ്പയില്ലാത്ത ഈ മക്കളെ കൊണ്ടെല്ലാം വീഡിയോസ് ചെയ്തിട്ട് എത്ര വിഷമം ഉണ്ടാവും. അതിനൊന്നും ആർക്കൊന്നുമില്ല. അതിൻ്റെ താഴെ പോയിട്ട് എന്താ കമൻറ്റ്, സൂപ്പറാണ്. ഒരുപാട് വർഷത്തെ പാപങ്ങൾ പൊറുക്കാന്ന്. അപ്പൊ കൊല്ലത്തില് ഈ ഒരൊറ്റ നോമ്പ് നോറ്റാൽ മതിയല്ലോ. ഒരുപാട് വർഷത്തെ പാവങ്ങൾ അല്ല ഷെരീഫെ, ഈ കൊല്ലത്തിൽ ഈ ഒരു നോമ്പാ നോക്കുള്ളൂ. ഇനി അറിയാം റംസാൻ മാസം നോമ്പ് നടത്തുന്നുണ്ടോ ഇല്ലോ എന്ന് ഇനി അറിയാം ഷെരീഫെ.
റംലാൻ മാസം നോമ്പ് വെക്കുന്നുണ്ടോ ഇല്ലയോ ഇനി അറിയാം. എൻ്റെ പൊന്നാര ഷെരീഫേ, അതൊക്കെ ഇങ്ങോട്ട് ചോദിച്ചില്ല, ബോർപ്പൂല്ല, ഒന്നുമില്ല, കുഞ്ഞുമോനെ കേട്ടാ. ഞാൻ എൻ്റെ ഒരു മോൻ തന്നെയാ. പക്ഷേ നിങ്ങൾ കേക്ക്, എന്നിട്ട് നിങ്ങൾ എനിക്ക് കഥ സഹിച്ചുകൂടാത്ത ഇതിൻ്റെ അടിയിൽ പോയിട്ട് എന്താ നല്ല സൂപ്പർ നന്നായിക്ക്. ഞാനല്ല ഇതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ ഇനി ഇങ്ങനെ എൻ്റെ കുറ്റം പറഞ്ഞ വശം ഉണ്ടാക്കുന്നത് മറ്റേതാ മറിച്ചേതാന്ന് കാണുന്ന അങ്ങനത്തെ കമന്റ് ഇടുന്ന ബോളം മോറ. അപ്പൊ ഈ വറാത്ത് വരുന്നതിന്റെ മുമ്പ് എന്ത് തമ്മാടിത്തരങ്ങളും ചെയ്യാം അല്ലെ. ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഒരു ആണായി ജനിച്ച എന്ത് തമ്മാടിത്തരം. ആ ജാസിക്ക് പെണ്ണാവണം തോന്നി. ഓളെ മനസ്സിൻ്റെ ഉള്ളിൽ നോക്ക ആണായി നടക്കാൻ പറ്റുന്നില്ല. ഓള് കല്യാണം കഴിച്ചിട്ട് വരെ അത് കല്യാണം വരെ ഓള് വേണ്ടാന്ന് വെച്ചല്ലേ ആ ജാസി. ഓളെ മനസ്സിൻ്റെ ഉള്ളിൽ അത് മനസ്സ് അല്ല കൊടുക്കുന്നതല്ലേ, ആ മനസ്സും അല്ല കൊടുക്കുന്നതല്ലേ. അങ്ങനെയാണ് അത് പെണ്ണാണെന്ന് തോന്നി. എനിക്ക് പെണ്ണിന്റെ വിഷത്തിലേ നടക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നിയത് കൊണ്ടാണ് അവൾ പെണ്ണിന്റെ വിഷത്തിൽ നടക്കുന്നത്. ഇതൊന്നും പറഞ്ഞു കൊടുക്കുവാനും കമന്റ് ഇട്ട് കൊടുക്കുവാനും വേളന്മാർ നിങ്ങൾക്ക് കഴിയൂലാലോ അല്ലെ. അല്ല അറിയല്ല, 90% ആളും നല്ലത് തന്നെയാണ്. 10% ആളോടെ ഞാനീ പറഞ്ഞുള്ളൂ കേട്ടാ. എൻ്റെ മുത്തുമണികളാണ്. ആണായി വളർന്നൊരു വെണ്ണും കെട്ടിയ ഇജി മാക്സിയും ചുരിദാറിട്ട് നടന്നിട്ട് ഇനിയിപ്പൊ വറാത്ത നോമ്പ് വരണം എന്റെ എന്തിനാ ഷെരീഫ്, ഞാൻ ഷെരീഫ് എൻ്റെ മോനാ, സ്നേഹം കൊണ്ട് പറയുക ഷെരീഫെ, സ്നേഹം കൊണ്ട്. എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതിൻ്റെ തൊട്ട് എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ട് ഇട്ടൂടെ ഷെരീഫെ. ഓള സുന്നത്ത് നോമ്പ് നോക്കുന്നു, റംലാൻ മാസം റംലാൻ നോക്കുന്നില്ലേ. അപ്പൊ ഇനി അവളെ കൊണ്ട് പറയുന്ന കാര്യങ്ങളല്ലോ എന്ത് ഓക്കാ കുറ്റോ എനിക്കാ കുറ്റം ഇപ്പൊ ആര് കണ്ട്. ഞാനും കുറ്റം നരകം തീരുമാനിക്കുന്ന ആളൊന്നുമല്ല. എന്താ ഷെരീഫേ ഇത്. എനക്ക് ഒരു വീഡിയോസിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാനീ പറയുന്നത്. പറയേണ്ടത് സാബിത്തൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് എന്തിനായി കുറ്റം പറഞ്ഞ് പറയുന്നത് ഷെരീഫേ. ഭാര്യക്കും മക്കൾക്കല്ലേ ആ ഭക്ഷണം പൈസ കൊണ്ട് കൊടുക്കുന്നത്. നമ്മൾ ഹലാലായ ഭക്ഷണം എന്ന് കഴിക്കണ്ടേ ഷെരീഫെ. സ്നേഹം കൊണ്ട് പറയുക. ഒന്നും പുറക്കാരൊന്നും പറഞ്ഞു തരുന്നില്ല. എന്നോട് ദേഷ്യമൊന്നും പിടിക്കാറേ കുഞ്ഞുമോനെ. ഞാൻ കണ്ട എന്നോട് പറഞ്ഞു പോകുന്നൊരു സൈസ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഗുണങ്ങളുള്ള ഒരു നോമ്പും കൂടിയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് നോമ്പ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം കുറെ നേരത്തെ ഫാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഫ്രീ ആയതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആക്കി. അത് വളരെ ശരിയാ ജാസി പറഞ്ഞത്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നല്ലോണം ഭക്ഷണം കഴിക്കാം. അല്ലാണ്ട് നമ്മൾ കുറച്ച് കുടിച്ച് അത് വെച്ച് കുറച്ച് കുടിച്ച് ഇത് വെച്ച് അങ്ങനല്ല. നോമ്പ് തുറക്കുന്നേരം ഞാനും അങ്ങനെ തന്നെയാ. ഇതിന്ന് വെള്ളം കുടിച്ച് ജ്യൂസ് കുടിച്ച് നല്ലോണം ഭക്ഷണം കഴിക്കാം. നോമ്പ് തുറന്ന് അറച്ചും തിന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിന്നാൻ പറ്റും. അത് ജാസി പറഞ്ഞ് വളരെ ശരിയാ. നല്ലോണം ഭക്ഷണം കഴിക്കാം. റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നതാണ്. നോമ്പ് എടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മളുടെ ബോഡിക്കാണെങ്കിലും. ഞാൻ ആദ്യം പറഞ്ഞത് അതും തമ്മിൽ ഒരു പൊരുത്തമല്ല. പാപങ്ങള് പൊറുക്കും, സ്വർഗത്തിൽ പോകും, അതൊക്കെ പറഞ്ഞപ്പോ അതിന്റെയൊക്കെ എന്തോ ഒരു പൊരുത്തക്കേടാ. പക്ഷെ സത്യജി പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. സ്കിന്നിന് നല്ലതാണ്. അപ്പൊ സ്കിന്നിന് വേണ്ടിയിട്ട് ഓനൊരു നോമ്പ് പിടിച്ചിരിക്കുകയാണ്. ബാക്കി പറയാം കേട്ടോ. അപ്പൊ ഞാൻ സ്നാക്സിനുള്ള ഐറ്റംസുകളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. എന്താ പാവങ്ങളും കുറ്റങ്ങളൊന്നും പുറത്തു തരൂല ഷെരീഫെ. അതാണ് ബക്ക് മാറ്റി വെക്ക്. ശരീരത്തിന് സ്കിന്നിന് നല്ലതാന്ന് പറയാന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ ഓക്കിപ്പം പാവം പുറത്തു കൊടുക്കുമ്പോൾ സ്വർഗത്തിലാണ് നരകത്തിലാണ് താക്കോല് ഷെരീഫിന്റെ കയ്യിലാ. എന്താ ഷെരീഫെ ഇത്. സ്നേഹം കൊണ്ട് പറയാ. എന്താ ഷെരീഫെ പറയുന്നത്. ഞാൻ ആരോട് കുറ്റമെന്നല്ല പറഞ്ഞത്. ഈ കുറ്റങ്ങൾ ഇതാണ്. അപ്പൊ ഇതിന് നിങ്ങൾ കമന്റ് ഇട്ട് കൊടുക്ക്. എന്നിട്ട് എന്റേതായ മറ്റേ നിങ്ങൾ കമന്റ് ഇടുന്ന ഒരു പേടി നമുക്കില്ല, അത് വേറെ വിഷയം. പക്ഷെ അത് കേൾക്കുന്ന ഇതെന്തെന്നാ മക്കളെ തലയും തലച്ചോറില്ലാത്തൊരു മനുഷ്യന്മാരായി പോയല്ലോ എന്നുള്ളൊരു ചിന്ത. എല്ലാണ്ട് എന്തല്ലി ഒല്ലി. എൻ്റെ 90% എന്നെ ആളെ സ്നേഹിക്കുന്നത്. പുറത്തിറങ്ങാനൊക്കെ പറ്റുന്നില്ല. സെൽഫി എടുത്ത് എൻ്റെ ഗ്ലാമറും പോയി കോലവും പോയി. എൻ്റെ അത്തിരി ജനങ്ങൾ സെൽഫി അമ്മൂട്ടിനെയും മോഹൻലാലിനെയും കണ്ടേനെ കേട്ട അപ്പുറം എന്നെ കണ്ടാല് അതുണ്ട്. പക്ഷേങ്കിൽ മനസ്സിലാക്കും. ഞാൻ എല്ലാം ആദ്യം തന്നെ അങ്ങ് കട്ട് ചെയ്ത് ഞാൻ ആകെ എടുത്തു വെക്കും. കാരണം പിന്നീട് അത് ഇതറിയണം. എല്ലാം ആദ്യം തന്നെ കട്ട് ചെയ്ത് എന്ന് പറയാനല്ലാതെ ഇതുവരെ കട്ട് ചെയ്തതായിട്ട് ആരും ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലെ. ഇതിന് മുമ്പ് കുറെ പോയി അവിടെയും ഇവിടെയും കടന്നു. കട്ട് ചെയ്യണു നല്ലോണം സ്വീപ്പാക്കിയിട്ട് ഇടുന്നതാ. എന്തിനാ ഷെരീഫെ. നമ്മൾ നല്ലൊരു ദിവസമോ മാസമോ അല്ലേ എന്തിനാ അതെല്ലാം കേൾക്കുമ്പോൾ ഒക്കെ എത്ര വിഷമം ഉണ്ടാവും അല്ലേ. അത് കേൾക്കുമ്പോൾ ഒക്കെ എത്ര വിഷമം ഉണ്ടാവും. എന്തിനാ ഈ വിഷമം ഈ പറഞ്ഞു കൊടുക്കുന്ന ഷെരീഫെ. സ്നേഹം കൊണ്ട് പറയാ. എന്തിനാ പൊന്നെ.
അതുകൊണ്ട് ഇപ്പം ജാസിയാണോ സ്വർഗത്തില്, ഷെരീഫാണോ സ്വർഗത്തില്, ഞാനാണോ സ്വർഗത്തില് എന്ന് ആര് കണ്ട് ഇൻഷാ അള്ളാ വന്നു മക്കളെ. ഞാൻ നിർത്തുകയാണ്. അത് കുറേ ഉണ്ട് ഇപ്പം, അതും കാണിച്ചാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷെരീഫിന്റെ കാണും എല്ലാവരും പോകൂല. വീഡിയോസ് കാണുക, കുറ്റവും കുറവും കേൾക്കുക. നല്ലൊരു മാസം ഇങ്ങനത്തെ കുറ്റവും കുറവൊന്നും കേട്ടിട്ടൊന്നും കുത്തിരിക്കണ്ട നിങ്ങൾ കേട്ടാ. നല്ല കോമഡി എന്തെങ്കിലും കണ്ട് കുത്തിരുന്നു നിങ്ങൾ. അപ്പം നല്ലൊരു മാസം നിങ്ങൾ മനസ്സിലാക്കണം. അത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും കുറ്റ. ആ കമന്റ് വായിക്കാനും പോകുന്നില്ല നിങ്ങൾ. ഇൻഷാ അള്ളാ എന്നോടാകും ദേഷ്യം പൊറുപ്പൊന്നും പിടിക്കണ്ട. കണ്ട പറയണ്ടേ. നമ്മളെ വീഡിയോസ് ഒരാളെ കൂടെ ഒരു കുറ്റവും കുറവും പറഞ്ഞിട്ടില്ല. നല്ലത് പറഞ്ഞു കൊടുക്കാനേ പേർത്തുള്ളൂ. നല്ലതേ സമയത്തെ പറയുള്ളൂ. പക്ഷെ അതൊന്നും ആർക്കും കേൾക്കണ്ട. നല്ലതൊന്നും വേണ്ട. നല്ലത് കേൾക്കൂല. നല്ലത് കേൾക്കല് നാക്ക് പറ്റൂല. നാക്ക് കുറ്റവും കുറവും കേൾക്കണം. നിങ്ങളെന്നാ കേട്ടോളി. എൻ്റെ 90% ആള് മാറി നിന്നു. 10% ആള് കേട്ടോട്ടെ. ഓക്കെ മക്കളെ, ബായ് ഏട്ടാ. ഇത് നിങ്ങൾ ഷർട്ട് ഇട്ടിക്കുന്നത് ഇതിങ്ങനെ ഒരു ദിവസം തന്നെ 3-4 വീഡിയോസ് ചെയ്യുന്നതല്ലേ. അപ്പൊ ഇട്ട ഷാൾ തന്നെ എടുത്തിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നതിനാണ് ഞാനിതിട്ട്. ഒരു ഷാളവിടെ കഴിച്ചിട്ട് എന്നാലും പിന്നെ ഒരു ഷർട്ട് കണ്ട് ഇനിയിപ്പം പർദ്ദയായിട്ട് ഇട്ടിട്ട് വേണം തലയിൽ കൂടി. എന്തെന്നാ ചെയ്യേണ്ടത്? ഇൻഷാ അള്ളാ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിച്ച് കാണുക, ഷെയർ ചെയ്യുക. സാബി വ്ളോഗായത് നമ്മളെ സാബിറ വ്ളോഗ്. ഇനിയിപ്പോൾ സാബി വ്ളോഗ് ഉടനെ വരും. നിങ്ങൾ പ്രാർത്ഥിക്കണം ഇൻഷാ അള്ളാ മക്കളെ. ഓക്കെ ബൈ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നിങ്ങൾക്കും എനിക്കും നൽകട്ടെ. എല്ലാവർക്കും നൽകട്ടെ. നല്ല മനസ്സ് നൽകട്ടെ. ആഖിബത്ത് നന്നാക്കി തരട്ടെ. അള്ളാഹു ആമീൻ.